അതായത് ആരുടെ മെക്കെട്ട് ഇപ്പൊ കയറാം. ജനാധിപത്യം ഇല്ലേ? നീ ഈ പറഞ്ഞോനുണ്ടല്ലോ, ഈ പറഞ്ഞോൻ ഗൾഫിൽ പോയിരിക്കും, കോമൺ മിണ്ടിയ രാജ്യം അവൻ എന്താ അവിടെ ചെന്നിട്ട് ഒരു അക്ഷരം മിണ്ടാത്ത അവിടുത്തെ ഭരണാധികാരികൾ വല്ല കാര്യം. ആ ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ട് അവിടെയുള്ള ആരുടെയെങ്കിലും ഒരു നെഗറ്റിവിസം അവൻ ഏതെങ്കിലും ചാനലിൽ ഗൾഫിന്റെ പേര് പറഞ്ഞിട്ടിടാൻ പറ്റുമോ? ഞാൻ കാണില്ലേ. പൗർണമി അവയവദാനത്തിന്റെ ഇതിൽ എന്താണ് പൗർണമിക്ക് പങ്ക്? അത് കണ്ടമാനമായിരുന്നു. അല്ലെങ്കിൽ പറഞ്ഞാൽ മതി മുഖ്യമന്ത്രിക്ക് അവയവദാനത്തിന്റെ പങ്ക്, അതിനേക്കാളും വൈറലാവും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ലക്ഷ്യം ജനങ്ങളുടെ ഇടയിൽ അവർക്ക് എന്തെങ്കിലും വേണം. മദർ തെരേസ ചെയ്തത് എന്താണ്? വളരെ തെറ്റായ കാര്യമല്ലേ? എന്തുണ്ടത്? അപ്പൊ എല്ലാവരും തുറന്നു നോക്കി. മദർ തെരേസ എന്തിനാണ് പാവപ്പെട്ട കുട്ടികളൊക്കെ എടുത്ത് വളർത്തിയത്? അപ്പോൾ അതെല്ലാം ഈ പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാനുള്ള ഒരു അവസരം കൊടുക്കല്ലേ? അത് കഴിഞ്ഞിട്ട് പോയി. ഇപ്പൊ തെങ്ങ് കയറിയ ആളോട് ചോദിക്കണം, എങ്ങനെയുണ്ട് ആദ്യത്തെ തെങ്ങ് കയറിയപ്പോഴുള്ള അനുഭവം? 10,000 തെങ്ങ് കയറി കഴിഞ്ഞു. എന്നോട് ആദ്യത്തെ തെങ്ങ് കയറുന്നുണ്ടായിരുന്ന അനുഭവമൊക്കെ ആരും ഓർത്തിരിക്കുന്നത്. ഞാൻ മാറി ഓരോ തെങ്ങുമ്പോൾ കയറല്ലേ എന്ന് പറഞ്ഞ പോലെയാണ്. അതായത് പ്രേം നസീർ, സത്യൻ, അതിലൊക്കെ സത്യസന്ധനായ ഒരു കൂട്ടുകാരൻ, സത്യസന്ധനായ ഒരു അച്ഛൻ, സത്യസന്ധനായ ഒരു ഭർത്താവ് ഇന്നൊന്നുമില്ല. വെൽക്കം ടു സ്റ്റോറി സോ. സ്റ്റോറി സോയിൽ ഇന്ന് എന്നോടൊപ്പം അതെ പ്രത്യേകിച്ചൊരു മുഖവരയുടെ തന്നെ ആവശ്യമില്ലാത്ത വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ, റവറൻഡ് ഫാദർ ഡേവിസ് ചിറമലാണ്. നമസ്കാരം ഫാദർ. നമസ്കാരം. ശരിക്കും കിഡ്നി ദാനം ചെയ്തതിന് ശേഷം കിഡ്നി അച്ഛൻ ഒരു വിളിയുണ്ട് അച്ഛന്. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വിളി? എങ്ങനെയാണ് ഈ ഒരു കിഡ്നി ദാനത്തിലേക്ക് എങ്ങനെയാ പോകുന്നത്? അതായത് ഞാൻ ഒരു കിഡ്നി അച്ഛനാണെങ്കിൽ നിങ്ങൾ എല്ലാവരും 2 കിഡ്നി ഉള്ള ആൾക്കാർ. അതെ, നിങ്ങളാണ് ശരിക്കും കിഡ്നി അച്ഛൻ പറയേണ്ടത്. കാരണം എനിക്ക് കിഡ്നി ഇല്ല എന്നുള്ളതാണ്. കിഡ്നി ഉള്ളവരെയല്ലേ കൂടുതൽ പറയേണ്ടത്. അതെ. എങ്ങനെയാണ് ആ ഒരു ലൈഫ് അച്ഛന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ എങ്ങനെയായിരുന്നു ലൈഫ് പോകുന്നത്? ആൾക്കാർ വിചാരിക്കുന്നത് എന്തോ എന്താണ് ആഫ്റ്റർ ക്രൈസ്റ്റ് AD BC എന്ന് പറഞ്ഞ പോലെ അങ്ങനെയൊന്നും ഇല്ലേ. അതായത് നമ്മളൊരു നീഡിന്റെ മുൻപില്, നമ്മളൊരു മനുഷ്യന്റെ ആവശ്യത്തിന്റെ മുൻപില് നമ്മളൊരു കാര്യം ചെയ്തു, പിന്നെ വി ഫോർഗെറ്റ് ഇറ്റ്. ബാക്കിയുള്ളവരാണ് ഓർത്തിരിക്കുന്നത്, നമ്മൾ അതൊന്നും ഓർത്തിരിക്കണില്ല. കാരണം നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്കൊരു ഭാഗം പോയി നമുക്ക് തോന്നണില്ല. നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് ഇപ്പൊ തെങ്ങ് കയറിയ ആളോട് ചോദിക്കണം, എങ്ങനെയുണ്ട് ആദ്യത്തെ തെങ്ങ് കയറിയപ്പോഴുള്ള അനുഭവം? 10,000 തെങ്ങ് കയറി കഴിഞ്ഞു. എന്നോട് ആദ്യത്തെ തെങ്ങ് കയറുമ്പോണ്ടായിരുന്ന അനുഭവമൊക്കെ ആരും ഓർത്തിരിക്കുന്നത്. ഞാൻ മാറി ഓരോ തെങ്ങുമ്പോൾ കയറല്ലേ എന്ന് പറഞ്ഞ പോലെയാണ്. അതൊന്നും ഓർത്തിരിക്കാനായിട്ടുള്ള കാര്യങ്ങളല്ല, അത് ഉണ്ടാക്കിയിട്ടുള്ള സമൂഹത്തിന്റെ ചലനങ്ങളാണ് നമ്മൾ ഓർത്തിരിക്കുന്നത്. അതായത് നമ്മുടെ കിഡ്നി ദാനം ചെയ്തതല്ല നമ്മൾ ഓർക്കുന്നത്, അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഫലങ്ങളാണ്. ഒരു മാവിന്റെ തൈ നട്ടതൊന്നും നമ്മൾ ഓർത്തില്ല. പിന്നെ മാങ്ങയാണ് നിറച്ച് മാങ്ങയാണ്. അപ്പൊ എങ്ങനെയാണ് നട്ടത്? കുഴി എത്ര ആഴത്തിലെടുത്തു? അത് ആദ്യം എന്ത് വളാണ് ഇട്ടത്? അതൊന്നും നോക്കില്ല. മാങ്ങയുണ്ട്, മാങ്ങയുണ്ടോ? അപ്പൊ ഫലങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഇപ്പൊ പല യൂട്യൂബ് ചാനലുകളിലൊക്കെ ഹൈലൈറ്റ് എടുത്തു നോക്കി കഴിഞ്ഞാല് ഹെഡിങ് ആയിട്ട് ചെറുമലച്ചന് അവയവദാനത്തിന്റെ പിറകിൽ കച്ചവടമോ എന്നൊക്കെ ചോദിച്ചു കേട്ടിട്ടുണ്ട്. എന്താണ് അങ്ങനത്തെ ഹൈലൈറ്റ്സിനോട് എങ്ങനെ പ്രതികരിക്കും? ചെറുമലച്ചനല്ല, അത് ഇപ്പൊ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന നിന്നെ കുറിച്ചും എഴുതാം. എല്ലാവർക്കും അനുവാദമുണ്ട്. പൗർണമി അവയവദാനത്തിന്റെ ഇതിൽ എന്താണ് പൗർണമിക്ക് പങ്ക്? അത് കണ്ടമാനമായല്ലോ. അല്ലെങ്കിൽ പറഞ്ഞാൽ മതി മുഖ്യമന്ത്രിക്ക് അവയവദാനത്തിന്റെ പങ്ക്, അതിനേക്കാളും വൈറലാവും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ലക്ഷ്യം ജനങ്ങളുടെ ഇടയിൽ അവർക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കണം, എന്തെങ്കിലും പറയും. അത് മദർ തെരേസ ചെയ്തത് എന്താണ്? വളരെ തെറ്റായ കാര്യമല്ലേ? എന്തുണ്ടത്? അപ്പൊ എല്ലാവരും തുറന്നു നോക്കി. മദർ തെരേസ എന്തിനാണ് പാവപ്പെട്ട കുട്ടികളൊക്കെ എടുത്ത് വളർത്തിയത്? അപ്പോൾ അതെല്ലാം ഈ പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാനുള്ള ഒരു അവസരം കൊടുക്കല്ലേ? ആൾക്കാർ ഞെട്ടിപ്പോയി. അപ്പൊ അതങ്ങനെയാ. ഇന്നത്തെ ഒരു കാലഘട്ടം നെഗറ്റീവ് കാലഘട്ടം. അതുകൊണ്ട് എന്തുണ്ടാവണം എന്ന് വെച്ച് കഴിഞ്ഞാല് സിനിമകളിൽ മുഴുവനും നെഗറ്റീവ് ക്യാരക്ടേഴ്സിനാണ് വലിയ സപ്പോർട്ട്. മറ്റത് സത്യൻ, അപ്പേ എനിക്ക് ഫസ്റ്റ് ക്ലാസ്, അതിനൊന്നും വലിയ താല്പര്യമില്ല ഇപ്പൊ ആൾക്കാർ.
അതായത് സത്യനും നസീറും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് അവരൊക്കെ ചെയ്യുന്ന നെഗറ്റീവ് ക്യാരക്ടേഴ്സ് വളരെ മൈൽഡ് ആയിട്ടാണ്, വലുതുണ്ടെങ്കിൽ തന്നെ. ഇന്ന് ഒരു സിനിമയെ വിജയിക്കണമെങ്കിൽ ആ ക്യാരക്ടറിന് നെഗറ്റിവിസം എന്ത് ചെയ്യാ. അപ്പൊ അതിന്റെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന കാര്യം. അതെ, അച്ഛന്റെ പല വൈറൽ വീഡിയോസും ഇപ്പോ ആൾത്തറയിൽ നിന്ന് പ്രസംഗിക്കുന്ന വീഡിയോസ് എങ്ങനെയാണ്, പല പല കഥകളാണ് ഓരോരോ ദിവസം പറയണേ. എങ്ങനെയാണ് ഈ കണ്ടന്റ്സ് കിട്ടണേ? കഥകളല്ലാതെ നമ്മൾ പോകുന്ന വഴികളിലെല്ലാം പറക്കിയെടുക്കുന്ന കല്ലുകളാണ്. അതെ, പലപ്പോഴും നമ്മള് ശ്രദ്ധിക്കാതെ നടക്കുകയാണ്. ശ്രദ്ധിച്ച് നടന്നാൽ ഇപ്പൊ കടലിന്റെ ആഴത്തിലുള്ള ജീവികളുടെ എണ്ണം ഒരു 10,000-3000 വർഷം മനുഷ്യൻ എക്സ്പ്ലോർ ചെയ്താലും കഴിയില്ല. അതുപോലെ തന്നെ ആകാശത്തുള്ള നക്ഷത്രങ്ങളുടെ എണ്ണം ഇനി ഒരു 10,000 വർഷം കടന്നു പോയാൽ അറിയില്ല. പക്ഷെ മനുഷ്യൻ ശ്രദ്ധിക്കണില്ല. ഒറ്റ കാര്യം ശ്രദ്ധയുള്ളൂ, എനിക്ക് എന്ത് കിട്ടും. അല്ലാതെ വഴിയിൽ കിടക്കുന്ന മനുഷ്യ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ, ഇപ്പോ തിരുക്കുറകൾ, നീതിസാരം, അന്ന് കാലത്ത് മനുഷ്യരെല്ലാം ചിട്ടപ്പെടുത്തി വെച്ച കുറേ കാര്യങ്ങളുണ്ട്. അത് ഇന്ന് വലിയ വിലപ്പെട്ട നിധികളാണ്. പക്ഷെ അങ്ങനെയൊന്നും ചിന്തിക്കാൻ തരില്ല. ഇപ്പൊ സച്ചിൻ തെണ്ടുൽക്കർ എന്താ പറഞ്ഞത് ലാസ്റ്റ് വിടവാങ്ങൽ പറഞ്ഞത്? മൈ ഫാദർ ഗേവ് മീ ആൻ അഡ്വൈസ്. അപ്പൊ ആൾക്കാര് എന്താണ്? ഡോണ്ട് ഗോ ഫോർ ഷോർട്ട് കട്ട്സ്. അതായത് കുറുക്ക് വഴികളിലൂടെ ഒന്നും നേടിയെടുക്കരുത്. ആ മനുഷ്യൻ ആ പറഞ്ഞ വാക്കാണ്. അയാൾ എത്ര സിക്സ് അടിച്ചിട്ടുണ്ടെങ്കിലും ലോകം ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനത്തെ കോൺട്രിബ്യൂഷൻ ഒന്നും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മനുഷ്യർക്ക് നേരില്ല. കാശുണ്ടാക്കുക, അവസാനം കാശ് പോയി, അവസാനം സൂയിസൈഡ് ചെയ്തു. ഈ നെഗറ്റീവ്സ് കൊണ്ടു ചെന്ന് എത്തിക്കണത് പലരുടെയും ആത്മഹത്യയിൽ എത്തിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമൂഹം പോസിറ്റീവാണ് ആവണം. ഈ പ്രപഞ്ചം തന്നെ പോസിറ്റീവാണ്. പ്രപഞ്ചത്തിലെ ചെടികള് മുളച്ചു വരുന്നത് പോസിറ്റീവ്നെസ് ആണ്. ചക്ക ഉണ്ടാവുന്നത് പോസിറ്റീവാണ്. അത് തിന്നുന്നത് പോസിറ്റീവാണ്. അതിന്റെ കുരു കുഴിച്ചിടുന്നത് എവറിഥിങ് പോസിറ്റീവ്. ഒരു കാര്യം മാത്രമേ ഇന്ന് നെഗറ്റീവ് ഉള്ളത്, മനുഷ്യന്റെ മനസ്സാണ്. ഈ നെഗറ്റീവ് കമന്റ്സുകൾ വരുമ്പോഴേ എങ്ങനെ പ്രതികരിക്കാം? എനിക്ക് ഞാനത് ശ്രദ്ധിക്കാറില്ല. എന്റെ ഒരു വാക്കിലും ആരുടെയും ലോകത്തിലെ ഒരാളുടെ കുറ്റം 64 വയസ്സ് വരെ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് നേരില്ല. അത് പറയാൻ മാത്രം ജനിച്ചിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. എല്ലാവരുടെ പണി അവര് ചെയ്യട്ടെ, എന്റെ പണി ഞാൻ ചെയ്യട്ടെ. അതുകൊണ്ട് വേറെ എന്ത് ഇപ്പൊ ചില ആൾക്കാരൊക്കെ അത് അച്ഛ അങ്ങനെ ശരി പോലെ സമ്മതിച്ചിട്ട് കഴിഞ്ഞില്ലേ. ഞാൻ സമ്മതിച്ച പിന്നെ അവനൊന്നും മിണ്ടാൻ പറ്റില്ല. ഞാൻ സമ്മതിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ അവന് കാര്യം അച്ഛൻ സമ്മതിച്ചിട്ടില്ല, ഞാൻ സമ്മതിച്ച്. അച്ഛൻ അങ്ങനെ ഇതാണ് ആയിക്കോട്ടെ. അല്ല അപ്പൊ അതങ്ങനെ ആണെന്ന് നീ പറഞ്ഞ് ശരിയാന്ന്. ഒരാളോടുണ്ടല്ലോ നമ്മളോട് എന്തെങ്കിലും എതിർത്ത് പറയുമ്പോ ആളോട് അത് ശരിയാണോ നീ പറഞ്ഞത്, ആണോ, ആണ്, കഴിഞ്ഞ അങ്ങനെ പറയണല്ലേ. അതല്ല നീ പറഞ്ഞ തെറ്റാണ്. അപ്പൊ അവന് മൂച്ചായി. അച്ഛൻ തെളിയിക്കൂ. അപ്പൊ പിന്നെ അത് അവര് ഹരായി. അടുത്ത എപ്പിസോഡിനുള്ള അതാണ് മനുഷ്യൻ. അതായത് ആരുടെ മെക്കെട്ട് ഇപ്പൊ കയറാം. ജനാധിപത്യം ഇല്ലേ. നീ ഈ പറഞ്ഞോനുണ്ടല്ലോ, ഈ പറഞ്ഞോൻ ഗൾഫിൽ പോയി കോമാന്ന രക്ഷ മിണ്ടില്ല. മിണ്ടിയ രാജ്യം അവൻ എന്താ അവിടെ ചെന്നിട്ട് ഒരു അക്ഷരം മിണ്ടാത്ത അവിടുത്തെ ഭരണാധികാരികൾ വല്ല കാര്യം പറയും. ആ ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ട് അവിടെയുള്ള ആരുടെങ്കിലും ഒരു നെഗറ്റിവിസം അവൻ ഏതെങ്കിലും ചാനലിൽ ഗൾഫിന്റെ പേര് പറഞ്ഞിട്ട് ഇടാൻ പറ്റുമോ? പിന്നെ അവനെ കാണില്ല. അവനോട് പോയി കാണാനില്ല, ഫിനിഷ്ഡ്. ഇത് ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് ആരെ വേണമെങ്കിലും എന്തെങ്കിലും പറയാം. ഒരുപാട് പദ്ധതികൾ അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോ ഹങ്കർ ഹണ്ട് പോലെയുള്ള ഒരുപാട് പദ്ധതികൾ. ഇപ്പൊ ഇതിന് ഒരുപാട് വെല്ലുവിളികളും ഉണ്ടായിട്ടുണ്ടോ? അല്ലല്ലേ, ഹങ്കർ ഹണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കോവിഡ് കാലത്ത് ഞാൻ തുടങ്ങിയതാണ്. കാരണം ചില അഗതി മന്ദിരത്തിലെ ആൾക്കാർക്കൊന്നും ഭക്ഷണം കിട്ടുന്നില്ല. അവരുടെ നിലവിളി കേട്ടപ്പോൾ ഞാൻ ആൾക്കാരോട് പറഞ്ഞു നമുക്ക് ഒരു നേരെങ്കിലും ഭക്ഷണം കൊടുക്കാം. അപ്പൊ നമ്മൾ ജയിലിലെ അന്തേവാസികളെ കൊണ്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കി വെച്ചു. അത് ഋഷാ സിംഗ് ആയിരുന്നു. അവർക്ക് ഓർഡർ കൊടുത്തു. പൈസ എന്റെ കയ്യിലില്ല, ഞാൻ ഫേസ്ബുക്കിലിട്ടു. നമ്മുടെ വിയൂർ സെന്റർ ജയിലിലെ അക്കൗണ്ടിലേക്ക് പൈസ ഇടാൻ പറഞ്ഞു. ആൾക്കാർ 2-2.5 കോടി രൂപ ഇട്ടു. നിനക്ക് പൈസ വേണ്ട, എനിക്ക് ബിരിയാണി തന്നാ മതി. അപ്പൊ ബിരിയാണിയുടെ പൈസ അടിച്ച് കട്ട് ചെയ്ത് ബിരിയാണി ഒരു 22 ലക്ഷം രൂപയുടെ ബിരിയാണിക്ക് ഒരു മാസം നമ്മൾ കേരളം മുഴുവൻ കൊണ്ടു കൊടുത്തിരുന്നു. അപ്പൊ നമുക്ക് ജനങ്ങളുടെ മനസ്സ് മതി, നമുക്ക് പണം വേണ്ട, മനസ്സ് മതി. അതാണ് ഈ ലോകത്തിലെ മനുഷ്യൻ മനസ്സിലാക്കാത്തത്. നല്ല മനസ്സുള്ളവർക്ക് യേശുക്രിസ്തു ചിരിച്ചു പറഞ്ഞു, നല്ല മനസ്സുള്ളവർക്ക് സമാധാനം. നല്ല മനസ്സില്ലാത്തവർക്ക് ചെറിയ സമാധാനം പോലെ തോന്നും, പക്ഷെ തോന്നലോ ശരിക്കും സമാധാനം ഇല്ല. അതുപോലെ തന്നെ അച്ഛന്റെ ഒരു ഫൗണ്ടേഷൻ ആയിരുന്നു ആക്സിഡന്റ് കെയർ ആൻഡ് ട്രാൻസ്പോർട്ട് സർവീസ്. എങ്ങനെയാണ് ആ ഒരു ACTS അതിനെ കുറിച്ച് പറയാമോ? അത് ഒരു 24 വർഷം മുമ്പ്
നമ്മുടെ ടൗണിൽ കിഴക്കേക്കോട്ടയിലൊരു ഒരു സാമ്പത്തിക കഴിവുള്ളൊരു മുതലാളി വണ്ടി ഇടിച്ചിട്ട് റോട്ടില് അന്നൊന്നും വണ്ടി ഇടിച്ച് കിടന്നാൽ ആരും തൊടില്ല, മരിച്ചു എന്ന് പറഞ്ഞാൽ തൊടില്ല. അപ്പൊ പായ കൊണ്ട് ചുരുട്ടി വെച്ചിരിക്കുക അയാളെ ബോഡി. എന്നിട്ട് മനോരമയില് പത്രത്തില് പടം വരുന്നത് അതാണ്. ഇയാൾ മരിച്ചിട്ട് ആർക്കും തൊടാൻ ധൈര്യമില്ല. അതുപോലെ തന്നെ കുരിയച്ചറ ഭാഗത്ത് ഒരു ചെറുപ്പക്കാരൻ, ആളൊരു കലാകാരനായിരുന്നു. രാത്രി ഒരു കലാപരിപാടി കഴിഞ്ഞ് വരുന്ന സമയത്ത് വണ്ടി തട്ടി അവിടെ കിടന്ന് നിലവിളിച്ചിട്ട് ആരും വന്നില്ല. പിന്നാലെ വന്ന ഏതോ വണ്ടിക്കാരൻ കണ്ട് ആശുപത്രി, എന്നെ രക്ഷിക്കുന്ന ആശുപത്രി രക്തം മറന്നവൻ മരിച്ചു. ഈ രണ്ട് സംഭവങ്ങളാണ് ഇങ്ങനൊരു സംരംഭം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാൻ തുടങ്ങി. 24 വർഷമായിട്ട് ലക്ഷക്കണക്കിന് പേരെ രക്ഷിക്കാനായിട്ട് പറ്റി. ഇപ്പൊ ഞാൻ അതൊക്കെ 100,000 ഉത്തരവാദിത്തങ്ങൾ, അപ്പൊ അതൊക്കെ ഞാൻ മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് ഞാനിപ്പോ ഈ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എടുത്തു. അപ്പോ ഒരു അച്ഛൻ എന്റെ അടുത്ത് വരുമ്പോൾ അച്ഛന്റെ അടുത്ത് ചോദിക്കണം കുറെ നാളുകളായിട്ട് ഞാൻ കരുതി വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ചോദിച്ചോട്ടെ? ഓക്കെ. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും പറയാറുണ്ട്, ഇപ്പൊ ക്രിസ്ത്യൻ ഫ്രണ്ട്സ് എല്ലാവരും പറയാറുണ്ട് ഞങ്ങളോട് പല മറ്റുള്ള ആരാധനാലയങ്ങളിൽ പോവരുത്, അവിടുന്ന് ഇപ്പൊ അമ്പലങ്ങളിൽ നിന്നൊക്കെ കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലും പ്രസാദങ്ങളോ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അത് കഴിക്കരുത്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. ശരിക്കും അച്ഛനൊക്കെ അങ്ങനെ പറയാറുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കണേ? അതെല്ലാം വിശ്വാസങ്ങളാണ്. വിശ്വാസം എന്ന് പറയുന്നത് അത് ശരീരമല്ല, അത് നമ്മുടെ മനസ്സിന്റെ ബോധ്യങ്ങളാണ്. അപ്പൊ ഒരു മനുഷ്യൻ ജീവിക്കുന്നത് അവന്റെ വിശ്വാസങ്ങൾക്ക് അടിസ്ഥാനമിട്ടിട്ടാണ്. അതിനെ അവൻ കണ്ടെത്തുന്ന സ്ഥലമാണ് ആരാധനാലയം. അത് മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും അവൻ അവിടെ പോകുള്ളൂ. മറ്റോടത്ത് പോകാത്തത് തെറ്റല്ല. അവിടെ പോകാത്തത് പോകുന്നതും തമ്മിൽ എന്നെ സംബന്ധിച്ചിടത്തോളം തെറ്റും ശരിയുമല്ല. മനസ്സിലായിട്ടുണ്ടോ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു പള്ളിയിലേക്ക് ഒരു ഹിന്ദു മുസ്ലിമുള്ള ആള് വന്നെന്ന് വരും. അത് അയാളെ ആരാധനയ്ക്കല്ല വരുന്നത്. അയാളിപ്പോ അവിടെ ഒരാള് പള്ളിയുടെ മുറ്റത്തൊരാള് ആക്സിഡന്റ് പറ്റി, അയ്യോ മനുഷ്യനെ നമ്മൾ കാണുന്നത് ആരാധനയ്ക്കായിട്ട് അവൻ വന്നെന്ന് വരില്ല. കാരണം അവന്റെ വിശ്വാസം അതല്ല. അതുകൊണ്ടാണ്. അല്ലാതെ ഞാൻ എത്രയോ അമ്പലങ്ങളിൽ എത്രയോ പരിപാടികളിൽ ഇത് എവിടെ ഇരിക്കണം നോക്കി, മഹാകിരാത രുദ്രയജ്ഞം, അവിടെ പോയിട്ട് ഒരു അവാർഡ് കിട്ടിയിട്ടതായിരിക്കും. അപ്പൊ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രവൃത്തിയും അതാണ് നമ്മുടെ ജീവിതം. ഇപ്പൊ ഒരു ക്രിസ്ത്യൻ പുരോഹിതനിലെ എന്റെ വിശ്വാസം എന്റേതാണ്, അത് ആർക്കും ഇല്ല, അത് വേറൊരു ക്രിസ്ത്യനും ഇല്ല. അയാളുടെ ഡിഫറെന്റ് ആണ്, എന്റെയും ഡിഫറെന്റ് ആണ്. അല്ലാതെ മുസ്ലിമുകളുടെ എല്ലാവരുടേതും ഒരുപോലെയല്ല, ഹിന്ദുക്കളുടെ എല്ലാവരുടെയും ഒരുപോലെ. വിശ്വാസം എന്നത് ഇറ്റ് ഈസ് സ്ട്രിക്ട്ലി പേഴ്സണൽ. മനസ്സിലായോ? സ്ട്രിക്ട്ലി പേഴ്സണൽ. അവൻ അവിടെ പോവരുത് എന്ന് പറയുന്നതിന് പറയാൻ ആർക്കും അവകാശം, അവിടെ പോകണം എന്നും പറയാൻ ആവശ്യമില്ല, പോകരുതെന്ന് പറയാൻ അവകാശമില്ല. ഇതെല്ലാം വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ട്, ഏത് ഒരു വിശ്വാസം ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഇതെല്ലാം കാരണം അതൊരു ഇൻഡിവിജ്വലാണ്. പക്ഷെ ആ വിശ്വാസമാണ് അവനെ നയിക്കുമ്പോൾ മദർ തെരേസയുടെ വിശ്വാസമാണ് ഇന്ന് ലോകത്തിൽ എത്രയോ മനുഷ്യർക്ക് തണലാകാൻ, ആശ്വാസമാണ്. ഏത് മതവിശ്വാസി ആയിക്കോട്ടെ, അവൻ ജീവിക്കേണ്ടത് മനുഷ്യരുടെ നന്മയ്ക്കായി. പള്ളിയിൽ പോകുന്ന ആൾക്കാർ നല്ലത്, പോവാത്ത ആൾക്കാർ മോശമല്ല. പോവാത്ത ആൾക്കാരിലും മോശം ഉണ്ടാവും, പോണവരിലും മോശം ഉണ്ടാവും. അപ്പൊ അതല്ല കാര്യം. പോകുക എന്നുള്ളതല്ല, ജീവിക്കുക എന്നുള്ളതാണ്. ഒരുപാട് നാളത്തെ പുരോഹിത ജീവിതം നയിക്കുന്ന ഒരാളാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഇപ്പൊ എനിക്ക് ചോദിക്കാൻ പറ്റുമോന്ന് അറിയില്ല, എപ്പോഴെങ്കിലും ഈ ഒരു പുരോഹിത ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് ചാടണം എന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മുടെ ജീവിതം 64 നമ്മുടെ ഫുൾഫിൽമെന്റിന്റെ അവസ്ഥയിലാണ് നമ്മൾ. അതായത് നമ്മുടെ ജീവിതത്തിന്റെ പൂർണ്ണതയാണ്. കാരണം ഇപ്പോൾ 64 വർഷമായി ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കും. ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള സന്തോഷത്തിന് തിരിച്ച് ദൈവത്തിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം ഇന്ന് വരെ എനിക്ക് ഒരു രോഗം വന്നിട്ടില്ല, ഇന്ന് വരെ എനിക്ക് ഒരു അപകടങ്ങളും ഉണ്ടായിട്ടില്ല, ഇന്ന് വരെ ഒരു പ്രയാസങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പൊ അതൊക്കെ നമ്മൾ അങ്ങോട്ട് സുഖിച്ചെങ്ങനെ ജീവിക്കരുത്. ഇതൊക്കെ തിരിച്ച് ദൈവത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർക്ക് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ ഞാൻ കടക്കാരനായിട്ട് മരിക്കും. അപ്പൊ അതുകൊണ്ട് എനിക്കിപ്പിനി എന്തെങ്കിലും നേടണം എന്നുള്ള ആഗ്രഹമല്ല, എങ്ങനെയാണ് കിട്ടിയ കടം വീട്ടണം എന്നുള്ള ആഗ്രഹം. അതുകൊണ്ട് ഈ യാത്രയിൽ ഞാൻ ഓടുകയാണ്. എനിക്ക് ചെയ്ത് തീർക്കാനുള്ള സോമനി ഉത്തരവാദിത്തങ്ങൾ, ധാരാളം ഉത്തരവാദിത്തങ്ങൾ. അതിൻ്റെ ഇടയിൽ നമ്മളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. അല്ലേ, ഏതെങ്കിലും ഒരു ഘട്ടത്തില് ഒരു കോമൺ മാനിലേക്ക് തിരിച്ചു പോകണമെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഇല്ലല്ലോ. അതായത് നമ്മള് മാവിനോട് ചോദിക്കണം, പ്ലാവാൻ ആഗ്രഹം എന്തെന്ന്, അല്ലെ ചക്ക നല്ലതാണ്, അല്ല മാങ്ങയല്ലേ ഇപ്പോ, അതെ ചക്ക
ആയിക്കോട്ടെ, ചക്ക ആയിക്കോട്ടെ, നിങ്ങൾ ചക്ക ആയിക്കോ, ഞാൻ മാങ്ങയില്ലേ. മാവിന് ഇനി പ്ലാവാൻ പറ്റില്ല. അതെ മനസ്സിലായി? അതെ അതെ മനസ്സിലായി. ഇനി പുതിയ പദ്ധതികൾ എന്തൊക്കെയാണ് കൊണ്ടുവരാനായിട്ട് ഇരിക്കുന്നത്? നമ്മളിപ്പോ ഇത് കിഡ്നി ഫെഡറേഷനുണ്ട്, ഡയാലിസിസ് യൂണിറ്റ് ആണ് ഇവിടെ. ഒരു ഓപ്പോസിറ്റിൽ വളരെ 64 സെന്റ് സ്ഥലത്ത് കിഡ്നി ഗ്രീൻ പാർക്ക്. അവിടെ ഇവിടെ ഈ പ്രദേശത്തുള്ള പ്രായമായവർക്ക് വ്യായാമ കേന്ദ്രം, കുട്ടികൾക്ക് ഒരു പാർക്ക്, കളിക്കാനുള്ള സൗകര്യങ്ങൾ, പിന്നെ മഡ് ഹൗസ്, മണ്ണിന്റെ ഹൗസ്, ആൾക്കാർക്ക് വന്നിരുന്ന് നിശബ്ദമായിരുന്ന മെഡിറ്റേഷൻ, പിന്നെ ഇവിടെ ഒരു അടുക്കള, അക്ഷയപാത്രം അടുക്കള, ഈ പ്രദേശത്തുള്ള എല്ലാ ഗതിമന്ദിരങ്ങളിലും എല്ലാ ദിവസവും ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം. മിയാവാക്കി ഹെർബൽ ഫോറസ്റ്റ്, ഹെർബൽ സസ്യങ്ങളുടെയും ചെടികളുടെയും ഒരു ഫോറസ്റ്റ്, അതിൻ്റെ ഉള്ളിൽ കൂടെ ആൾക്കാർക്കൊക്കെ നടക്കാൻ. അങ്ങനെ ഇവിടെയുള്ള ജനങ്ങൾക്ക്, പിന്നെ ഇപ്പൊ അതിന്റെ മുകളില് നമുക്ക് പറ്റുമെങ്കിൽ ബിൽഡിങ്ങില് കളരി, യോഗ, അതുപോലെ തന്നെ മ്യൂസിക് ഒക്കെ പഠിപ്പിക്കാനുള്ള സൗകര്യം. അങ്ങനെ ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ട് ഒരു കിഡ്നി ഗ്രീൻ പാർക്ക്, അതൊരു 8 മാസത്തിന്റെ ഉള്ളിൽ നമ്മൾ രൂപീകരിക്കും. വളരെ സക്സസ്ഫുൾ ആവട്ടെ, എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഒരു വേദിയില് മണിച്ചേട്ടനെ കുറിച്ചിട്ട് നല്ല അഭിപ്രായത്തിലാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നൊക്കെ കണ്ടേ. എങ്ങനെയാണ് മണിച്ചേട്ടനായിട്ടുള്ള ഒരു ബന്ധം പറയാമോ? മണിയുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്, മണിയുടെ ഒപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. മണി ഇപ്പൊ ഞാൻ യാത്ര ചെയ്യുകയാണെങ്കിൽ എന്റെ കാറ് കണ്ടു കഴിഞ്ഞാൽ ആള് നിർത്തും, മണിച്ചേട്ടന് മണിയുടെ കാറ് കണ്ടാലും ഞാൻ നിർത്തും. അപ്പൊ കൈയൊക്കെ തന്നിട്ട് പോകുള്ളൂ. പിന്നെ ഞങ്ങൾ വേദിയിൽ പുറത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പല വേദികളിൽ ഫംഗ്ഷനിൽ വരുമ്പോ അവരുടെ കലാപരിപാടി ഉണ്ടാവും, പക്ഷെ അത് ഇനാഗ്രേറ്റ് ചെയ്യുമ്പോൾ ഞാനായിരിക്കും. അങ്ങനെ കുറെ കണ്ടിട്ടുണ്ട്. പിന്നെ അവയവദാനത്തിന്റെ യാത്രയിൽ ചാലക്കുടിയിൽ വെച്ചിട്ട് മണി വന്നിട്ട് എന്റെ എല്ലാ അവയവങ്ങളും ദാനം ചെയ്യുന്ന അങ്ങനെ കുറെ അനുഭവങ്ങളുണ്ട്. അപ്പൊ ആ മണിയെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയാ, വലിയ കഴിവും പ്രാപ്തിയുള്ള മനുഷ്യര്, വെള്ളിക്കരണ്ടി വായിൽ വെച്ച് ജനിക്കാന്നൊക്കെ പറയാം, അങ്ങനെയൊന്നല്ല. ആള് വലിയ മരത്തിന്റെ കരണ്ടി വെച്ച് ജനിച്ച ആളാണ്. പക്ഷെ അദ്ദേഹം സമൂഹത്തിലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്ന ഒരു വൈബ് ഉണ്ട്, ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ജനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എവിടേക്ക് ഓടിച്ചല്ല, പച്ചവെള്ളം പോലെയാണ്. പച്ചവെള്ളം എല്ലാത്തിലും ഒഴിക്കാം, ജ്യൂസിലൊഴിക്കാം, പുട്ടിലൊഴിക്കാം, കഞ്ഞിയിലൊഴിക്കാം, പിന്നെ നൂഡിൽസിലൊഴിക്കാം, അങ്ങനെ പല കാപ്പിയിലൊഴിക്കാം, കോഫി ബ്രൂവിലൊഴിക്കാം, പക്ഷെ കട്ടൻ കാപ്പിയിലൊഴിക്കാം. അപ്പൊ ഈ പച്ചവെള്ളം പോലെയാണ് മണിച്ചേട്ടനായിരുന്നു. അപ്പൊ അത് കേരളത്തിലെ അല്ലെങ്കിൽ മലയാളികൾക്ക് ഒരു ഭയങ്കര അഭിമാനമാണ്. പിന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പഠിച്ചിട്ട് ഓർത്തിട്ടൊന്നല്ല, അങ്ങോട്ട് വരും. അപ്പൊ അതാണ് അങ്ങനെ സംസാരിക്കും. അപ്പൊ ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു ഓടി നടക്കുന്ന ഒരു പൂമ്പാറ്റ പോലെയാണ്. അതൊരു വലിയൊരു നഷ്ടമാണ് സംഭവിച്ചത്. അല്ല, കേരള ജനത മാത്രമല്ല, നമ്മളെ ശരിക്കും മിസ് ചെയ്യുന്നു മണിച്ചേട്ടനെ. അല്ല, അതെന്ന് വെച്ചാലേ അങ്ങോർക്ക് വെയിറ്റ് ഇല്ല, തൂക്കല്ല, തലയ്ക്ക് അധികം വെയിറ്റ് ഉണ്ടായിരുന്നില്ല, ഹെഡ് വെയിറ്റ്. ആരുടെ മുമ്പിൽ എന്തുണ്ടായതുണ്ട്. അപ്പൊ അതാണ് മനുഷ്യനാവുന്നത്. മനുഷ്യന്റെ വിചാരം ഞാൻ എന്തോ വലിയ കക്ഷത്തിൽ കുരി വെച്ചിങ്ങനെ നടന്നു കഴിഞ്ഞാൽ വലിയ ആളായിരുന്നു. ഒന്നുമില്ല, മരിച്ചു കഴിഞ്ഞാൽ ഒക്കെ മഞ്ചലന്നെ, മൂക്കില് പഞ്ഞന്നെ വരുന്നിട്ട്. അപ്പൊ ആ ഒരു ഓർമ്മയില് നമുക്ക് മണിച്ചേട്ടന്റെ 2 വരി പാട്ട് പാടിയാലോ? ഏത് പാട്ടാണ്? ഏത് പാട്ടാണെങ്കിലും പാടാം. അച്ഛൻ നല്ലൊരു സിംഗർ ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഓർമ്മ വരുന്നത് ഏതെങ്കിലും, അച്ഛൻ നല്ല പാട്ടുകാരനാണെന്ന് ഞാൻ വീഡിയോസിൽ കണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു പാട്ട്, ഒരു മണിച്ചേട്ടന്റെ, ചാലക്കുടി ചന്തക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അറിയോ മണിച്ചേട്ടൻ? പെട്ടെന്ന് ഓർമ്മ വരില്ല. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചുവപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ, ചാലക്കുടി ചന്തയ്ക്ക് പോയപ്പോ ചന്ദന ചുവപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടു ഞാൻ. ചാലക്കുടി ചന്തയ്ക്ക് പോയപ്പോൾ ചന്ദന ചുവപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടു ഞാൻ. അല്ല, ആളുടെ വാക്കുകൾക്കൊക്കെ മണ്ണിനോട് ടച്ചുള്ള വാക്കുകൾ. അതെ, തീരാ നഷ്ടം തന്നെയാ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ. ഞാൻ അച്ഛന്റെ കുറച്ച് വീഡിയോസ് കാണിച്ചു തരാം. അച്ഛൻ തന്നെ അച്ഛന്റെ ഓക്കെ. അപ്പൊ ഈ വീഡിയോസ് കാണുമ്പോ എന്താണ് റിയാക്ഷൻ? ഈ ഒരു വീഡിയോനോട് എങ്ങനെയാ പ്രതികരിക്കാനുള്ളത്? ഇല്ല, അതൊക്കെ നമ്മൾ ഓരോ സ്ഥലത്ത് ചിലപ്പോ ചില ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡുകളാണ്. അതായത് അവൻ ദൈവത്തെ പോലും സൂത്രത്തിൽ മാർക്കറ്റിംഗ് ചെയ്യും, നടത്തുകയാണ്. സൗണ്ട് സിസ്റ്റം ഒക്കെ ഒന്ന് ശരിയാക്കി തന്നാൽ ഞാൻ എന്തെങ്കിലും തരാം. അതാണ് ഒരു മാർക്കറ്റിംഗ്. നെക്സ്റ്റ് വീഡിയോ.
മനസ്സിലായി. വെച്ചോ. അത് ഇതാണ്, അതായത് അത് ഞാൻ പറഞ്ഞത് ആ ചേച്ചിയുടെ ആ അമ്മയുടെ വിശ്വാസമാണ്. അതായത് ആ അമ്മയ്ക്ക് അതാണ് വിശ്വാസത്തോടു കൂടി നീ പ്രാർത്ഥിച്ചാൽ മലയോട് മാറാൻ പറഞ്ഞാൽ മാറും. ആ ചേച്ചിയുടെ വിശ്വാസമായിരുന്നു. അതായത് ദൈവത്തിന് എന്റെ ഭർത്താവിന്റെ കൂടി നിർത്താൻ പറ്റും. അപ്പൊ ആ ചേച്ചി കണ്ടത് വെഞ്ചിരിച്ച ബ്രാൻഡി കൊടുക്കാന്നുള്ളതാണ്. പക്ഷെ വെഞ്ചിരിച്ച ബ്രാൻഡിക്ക് അവിടെ യാതൊരു പ്രസക്തി ഇല്ല. പക്ഷെ ആ ചേച്ചിയുടെ വിശ്വാസത്തിന് പ്രസക്തി ഉണ്ട്. അത് പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ വെഞ്ചിരിച്ചു വന്നിട്ടുള്ള ബ്രാൻഡി കഴിക്കണമെന്നുള്ള അയാൾ ഞെട്ടിപ്പോയിട്ടുണ്ട്. എന്റെ അമ്മേ, അതോടുകൂടിയാണ് ഞാൻ ഇനി ഇതോടുകൂടി കൂടി നിർത്തി. അങ്ങനെയാണ് സംഭവിച്ചത്. നെക്സ്റ്റ് വീഡിയോ. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ ഈ നേർച്ചപ്പെട്ടിയുടെ അടുത്ത് ചെന്നിട്ട് ദൈവത്തോട് പറയുന്നതെല്ലാം എന്റെ കാര്യം നടത്തി തരണം, അല്ലാതെ ദൈവത്തെ സ്നേഹിക്കാൻ അല്ല അവനിഷ്ടം. പെരുപ്പെണ്ണിനാണ്ടോ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി തന്നെ, നമുക്ക് കല്യാണം കഴിക്കാം. ആദ്യം തന്നെ കുറച്ച് കാശ് വേണം, നിന്റെ കഴുത്തില് ചെയിനും വളയൊക്കെ ഊരിടി, നമുക്ക് അതുകൊണ്ടൊരു വീടൊക്കെ വെക്കാം. അപ്പൊ അതൊക്കെ ഊരിയെടുത്ത് കൊടുത്തിട്ട് അവരത് കൊണ്ടുപോയി. ഇതേപോലെ തമ്പുരാന്റെ സന്നിധിയിൽ നിന്നിട്ട് മനുഷ്യൻ പറയുന്ന വാക്കുകളൊക്കെ അപ്പൊ ഇങ്ങനെയാണ് പറയാൻ പറ്റും. അതായത് 1 ലക്ഷം രൂപ വേണം, അപ്പൊ ഞാൻ ബാക്കി പാവപ്പെട്ടവർക്ക് കൊടുക്കാം 10%. പിന്നെ അവൻ എന്നെ തോന്നി, എന്നെ ദൈവത്തിന് വിശ്വാസം ഉണ്ടാവില്ലേ, എന്നെ നാട്ടുകാർക്ക് എന്നെ വിശ്വാസമില്ല, പിന്നെ ദൈവത്തിന് വിശ്വാസം ഉണ്ടാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ പിടിച്ചിട്ട് തന്നാ മതി. അപ്പൊ ഇതെല്ലാം ഞാൻ ജനങ്ങളോട് പറയുന്നത്, ഇതൊന്നല്ല ഭക്തി, ഇതൊന്നല്ല ദൈവത്തെ സ്നേഹിക്കൽ എന്ന് നേരിട്ട് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഇങ്ങനെ പറഞ്ഞാൽ ആൾക്കാർക്ക് അങ്ങനെ പറയാൻ പാടില്ല, നീയും പറയാൻ പാടില്ലടാ എന്നാണ് നമ്മൾ പറഞ്ഞത്. അതെ, ഈ എല്ലാ വീഡിയോസും കണ്ടപ്പോഴേ ശരിക്കും നമ്മുടെ ഇന്നസെന്റ് സാറൊക്കെ പ്രസന്റ് ചെയ്യില്ലേ പല വീഡിയോസിലും, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. അങ്ങനെ അച്ഛന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എനിക്കല്ലേ തോന്നാം, മറ്റുള്ളവർക്കല്ലേ തോന്നാം. അതെ, അതൊരു ശരിയാണ്, അതൊരു പോയിന്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്നിരുന്നാലും എനിക്കങ്ങനെ തോന്നിയിരുന്നു. ശരിക്കും ഞാൻ തൃശ്ശൂർക്കാരനല്ലേ, എന്റെ ലാംഗ്വേജിൽ നമ്മൾ സംസാരിക്കണമെന്ന് മാത്രമേ. ഞാൻ ഇന്നസെന്റ് ആയിട്ട് നമ്മുടെ വലിയൊരു സുഹൃത്ത്, എപ്പോഴും വീട്ടിൽ പോകും, ഞാൻ കാണും, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാമല്ലോ. ഞാൻ അതായത് ഇന്നസെന്റിന്റെ ഒരു രീതിയില്ല, അത് ഞങ്ങൾ തൃശ്ശൂരിലെ ആൾക്കാർ സംസാരിക്കുന്ന രീതിയാണ്. നമ്മൾ വിചാരിക്കുന്നത് എന്തോ നമ്മളൊരു വലുതാവണമെങ്കിൽ നമ്മളുടെ സംസാര രീതികളില് വലിയ വ്യത്യാസം എന്നൊക്കെ പറഞ്ഞു വരും. അതിന്റെ ആവശ്യമില്ല, നമ്മളെന്താണോ അതുപോലെ സംസാരിക്കുക. അതെ, അപ്പൊ ഇപ്പോഴത്തെ ഈ ഒരു പുതിയ ജനറേഷന് കൊടുക്കാനായിട്ടുള്ള ഒരു മെസ്സേജ് എന്തായിരിക്കും? അല്ല, ഇത്രേ ഉള്ളൂ. അതായത് ഇന്നത്തെ തലമുറ, എനിക്ക് തലമുറയിലെ കുട്ടിയോട് പറയാനുള്ളത്, നിങ്ങൾ ജീവിക്കേണ്ടത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. അല്ലാതെ നിങ്ങൾ എന്റെ കാര്യം കഴിഞ്ഞു അങ്ങനെയല്ല നിങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് നിങ്ങൾ കാണുന്ന നന്മകളൊക്കെ നിങ്ങളെപ്പോലെ ഈ ഭൂമിയിൽ ജനിച്ച് വളർന്ന മനുഷ്യർ ഈ ലോകത്തിന് കൊടുത്ത സനാതന മൂല്യങ്ങളാണ്. ഈ ഭൂമിയില് മനുഷ്യൻ വരണതിന് മുമ്പ് ഈ മൂല്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ചെടികളും കല്ലും മണ്ണും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. മനുഷ്യൻ വന്നിട്ടാണ് സത്യം എന്താണ്, ധർമ്മം എന്താണ്, കരുണ എന്താണ്, വിനയം എന്താണ്, ഇതൊക്കെ മനുഷ്യനാണ് ഈ ലോകത്തിന് കൊടുത്തത്, മനുഷ്യന്റെ ഹൃദയത്തിലൂടെ. അതിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അടുത്തൊരു തലമുറയിലേക്ക് നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്താണ് സത്യസന്ധത. പണ്ടത്തെ സീനുകളിൽ മുഴുവൻ സത്യസന്ധതയായിരുന്നു. അതായത് പ്രേം നസീർ, സത്യൻ, അതിലൊക്കെ സത്യസന്ധനായ ഒരു കൂട്ടുകാരൻ, സത്യസന്ധനായ ഒരു അച്ഛൻ, സത്യസന്ധനായ ഒരു ഭർത്താവ്. ഇന്നതൊന്നല്ല. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിന് വില കൽപ്പിക്കണം. നിങ്ങളുടെ പഠനത്തെക്കാൾ നിങ്ങളുടെ ജീവിതത്തിന് വില കൽപ്പിക്കണം. നിങ്ങളുടെ എന്തെല്ലാം മാർക്കറ്റിംഗ് ടെക്നിക്കിനേക്കാൾ നിങ്ങളുടെ വ്യക്തി ബന്ധങ്ങൾക്ക് നിങ്ങൾ വില കൽപ്പിക്കണം. അവിടെ ചതി ഉണ്ടാകാൻ പാടില്ല. അവിടെ നിങ്ങൾ അയൺ ബോക്സ് കൊണ്ട് നടക്കരുത്. അയൺ ബോക്സ് കൊണ്ടാണ് പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അയൺ ബോക്സ് വീട്ടിൽ വന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വന്നത്. അയൺ ബോക്സ് മലയാളത്തിൽ അയൺ ബോക്സ് ചെയ്യരുത്, അപ്പോൾ അയൺ ബോക്സ് തേക്കും. അതുകൊണ്ടാണ് ഇന്നത്തെ തലമുറ തേപ്പ് വളരെ ഭംഗിയായിട്ട് തേപ്പ് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രശ്നം, ഈ ഹണി ട്രാപ്പ്. അതായത് എങ്ങനെയാ മനുഷ്യന്
അതായത് ഏറ്റവും സനാതന മൂല്യമാണ് സ്നേഹം. ആ സ്നേഹം കൊണ്ട് മനുഷ്യരെ കൊല്ലുകയാണ്. തീർച്ചയായിട്ടും. അതായത് കത്തിരിത്തട്ടല്ല കൊല്ലണത്, സ്നേഹം നടിച്ചു വന്ന് കീഴടക്കി അവനെ ട്രാപ്പിൽപ്പെടുത്തുകയാണ്. നന്മ നിറഞ്ഞ ഒരു തലമുറ നിങ്ങൾക്ക് ശേഷം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ബി എ മോഡൽ. യെസ്. അപ്പൊ അച്ഛന്റെ വിലയേറിയ സമയമാണ് ഞങ്ങൾക്ക് വേണ്ടി തന്നത്. ശരിക്കും ഒരുപാട് ഇൻഫോർമേഷൻസ് ആണ് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പകർന്നു തന്നത്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നന്ദി.